ഇന്ന് നമുക്ക് കണവ റോസ്റ്റ് ചെയ്യാം. ആദ്യം തന്നെ കണവ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യുക. ഞാനിവിടെ വട്ട ഷേപ്പിലാണ് കട്ട് ചെയ്ത്. അതിനാവശ്യമായുള്ള സാധന സാമഗ്രികളും ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അങ്ങനെയുള്ള സംഗതികളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിനെ വേവിക്കാൻ വേണ്ടി കുക്കറിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് വിട്ട് കുക്കറിൻ്റെ അടപ്പ് അടച്ചതിന് ശേഷം 2-3 ശൂശു വെക്കുക. ശൂശു വെച്ചതിന് ശേഷം ഞാനൊരു മൺചട്ടിയിലോട്ട് കുറച്ച് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ വെളിച്ചെണ്ണയിലോട്ട് പൊട്ടിത്തെറിക്കുന്ന കടുക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇഞ്ചിയോ വെളുത്തുള്ളിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അതൊക്കെ ഓരോന്നേ ഇട്ടിട്ട് പതിവ് പോലെ ഇതെല്ലാം ഇട്ട് നമ്മൾ വഴറ്റണം. ഇതിനോടൊപ്പം നിങ്ങളോട് ഞാനൊരു കാര്യം കൂടെ ചോദിക്കുക. നിങ്ങൾക്ക് ഞങ്ങളുടെ പാചക വീഡിയോ ആണോ, വാചക വീഡിയോ ആണോ, കോമഡി വീഡിയോ ആണോ, പാട്ട് വീഡിയോ ആണോ ഇഷ്ടം? ഏത് വീഡിയോ ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതനുസരിച്ച് ഇനി ഞങ്ങൾ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അയ്യോ, ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. ഞങ്ങളുടെ ഡാൻസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ഞങ്ങൾ കുറച്ച് ഡാൻസ് വീഡിയോ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ മേളിലൊരു ബട്ടണുണ്ട്, ആ ബട്ടണേലും കൂടെ ഞെക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമായേനെ. അങ്ങനെ പറഞ്ഞ് നമ്മുടെ കണവ റോസ്റ്റ് ഏകദേശം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഇത് മൺചട്ടിയിൽ നാടൻ വെളിച്ചെണ്ണയിൽ വെച്ചതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾ ഈ കണവ റോസ്റ്റ് ചെയ്യുമ്പോൾ മൺചട്ടിയിൽ ഒന്ന് വെച്ച് നോക്കണം. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ കുക്കറിൽ വേവിച്ചത് കൊണ്ട് നമ്മുടെ കണവ പെട്ടെന്ന് തന്നെ റോസ്റ്റ് ആയിട്ടുണ്ട്. അന്നേരം നല്ലൊരു കണവ റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. അന്നേരം എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഷെയർ ചെയ്തില്ലേലും ലൈക്കെങ്കിലും ഒന്ന് ചെയ്ത് ഞങ്ങളെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം.